ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ജാലി കബാബാണ്. നല്ല രുചിയുള്ളൊരു സ്നാക്സാണിത്. കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കണം. അടിപൊളി സ്നാക്സാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. പക്ഷേ നല്ല എളുപ്പമൊക്കെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കട്ട്ലേറ്റൊന്നും ഉണ്ടാക്കുന്ന ജോലി പോലും ഇല്ല. നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ജാലി കബാബ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബ്രെഡ് ഒന്ന് കുതിർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/2 കപ്പ് വരെ പാൽ എടുത്തിട്ടുണ്ട്. ഈ പാലിലേക്ക് നമുക്ക് 2 കഷ്ണം ബ്രെഡ് കുതിർത്ത് വെക്കാം. പാലിൽ നല്ലോണം മുങ്ങി നിൽക്കുന്ന രീതിയിൽ ബ്രെഡിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇതിൽ അമർത്തി വെച്ചതിന് ശേഷം ഇത് നമുക്കിവിടെ നന്നായിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. ഇനി വേണ്ടത് കുറച്ച് ബോൺലെസ് ചിക്കനാണ്. ഞാനിവിടെ ഏകദേശം 1/4 കിലോഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോണോട് കൂടിയിട്ട് എടുക്കരുത്, ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർക്കാം. ഇനി ഇത് മൂന്നും കൂടി നമുക്കൊരു ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും മതിയാവും. ഇത് മൂന്നും ഒരുമിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അരച്ചെടുത്ത പേസ്റ്റ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ വരെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് പൊടിച്ചെടുത്ത സവാളയാണ് ചേർക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നത് ഞാൻ റമദാൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് സവാള ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ, അതായത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉപകാരപ്പെടും. അല്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നമ്മൾ അതിനായിട്ട് ഉള്ളി ഫ്രൈ ചെയ്ത് പൊടിച്ചെടുക്കാനൊക്കെ നിൽക്കണം. ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പണി കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കി സൂക്ഷിക്കുന്നത് കാണിച്ചത്. അപ്പോൾ ലിങ്ക് ഏതായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ സവാള ഫ്രൈ ചെയ്തതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഒരു 1/4 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ബ്രെഡ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. പാല് നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് മാത്രമേ ചേർക്കാവൂ, അല്ലെങ്കിൽ നമ്മുടെ ചിക്കനിൽ വെള്ളം കയറിയതുപോലെ ഉണ്ടാവും. നന്നായിട്ട് പാൽ ഇതുപോലെ പിഴിഞ്ഞ് കളയുക. എന്നിട്ട് ബ്രെഡ് മുഴുവൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 2 ബ്രെഡാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ ഒരു പാകത്തിലായിട്ട് കിട്ടണം. കൂടുതൽ വെള്ളം പോലെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസോ മറ്റോ ചേർത്തിട്ട് ഒന്ന് ടൈറ്റാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പാകത്തിലാണ് ഇരിക്കുന്നത്. നമുക്കിതുപോലെ കട്ട്ലേറ്റൊക്കെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുന്ന പോലെ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ ഇതുപോലെ ഒരല്പം എണ്ണ തടവിയതിന് ശേഷം ഇതിൽ നിന്നും ഒരു ഉരുളി എടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം തീരുമാനിക്കാം. ഏകദേശം ഒരു കട്ട്ലേറ്റിനൊക്കെ എടുക്കുന്ന അത്രയും വലുപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ്, ആ ഒരു വണ്ണത്തിൽ പരത്തിയാൽ മതി. ഇതിപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു വണ്ണത്തിലാണ് ഇത് ചെയ്യേണ്ടത്. ഇതുപോലെ നമുക്ക് മുഴുവനും നന്നായിട്ട് ഉരുട്ടിയെടുത്ത് പരത്തി റെഡിയാക്കി വെക്കാം. കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കബാബ് മുഴുവനും പരത്തി ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട എടുക്കുക. ഇനി മുട്ടയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം, ഒട്ടും തരി ഉണ്ടാവരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോറും യൂസ് ചെയ്യാം. കോൺഫ്ലോർ ഇട്ടിട്ട് മിക്സ് ചെയ്താലും നല്ലതാണ്. അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ എടുക്കാം. നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം എന്ന് മാത്രം. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് അതും കൂടി നന്നായിട്ട് ഇതിലേക്കൊന്ന്
പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി പാല് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കബാബ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. നന്നായിട്ട് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. മുഴുവൻ കബാബും ഇതുപോലെ ചെയ്തെടുക്കുക. കബാബ് മുഴുവനും മാവിൽ മുക്കി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാവ് ഇവിടെ ബാക്കിയുണ്ട്. ഇത് കളയരുത്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ട്. പിന്നെ നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഈ ഓൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് കബാബ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കബാബ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരേ സമയം 3-4 എണ്ണയൊക്കെ ഒരുമിച്ച് ഫ്രൈ ചെയ്യാം, നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച്. ഒരു 4 കബാബ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. കബാബിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുണ്ടല്ലോ, മുട്ടയും അരിപ്പൊടിയും ചേർന്ന മിക്സ്, അത് ഒരു സ്പൂൺ കൊണ്ട് ഒരു അരിപ്പയിലൂടെ ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം ഓരോ കബാബിൻ്റെ മുകളിലും. അതല്ലെങ്കിൽ കൈവച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അരിപ്പയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അരിപ്പയിലൂടെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് കബാബിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ആര് പോലെ കിടക്കും. അതായത് ഒരു നെറ്റ് പോലെ ഉണ്ടാവും കബാബ് കാണാൻ വേണ്ടിയിട്ട്. കബാബിൻ്റെ പുറം ഭാഗം കാണാൻ നല്ലൊരു നെറ്റ് പോലെ ഇരിക്കും. നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പുറത്തേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതിയാവും. കുറച്ച് മാത്രം ചെയ്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ഇതുപോലെ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കബാബ് ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് മറ്റേ ഭാഗവും ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഈ തിരിച്ചിട്ട ഭാഗവും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. 2 ഭാഗത്തും കുറച്ച് മുട്ടയുടെ മിക്സ് അരിപ്പയിലൂടെ ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പുറത്തായതൊക്കെ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് മുകളിലേക്ക് ആക്കി കൊടുക്കുക. കബാബിൻ്റെ 2 വശവും ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഈ കബാബ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ഫ്രൈ ചെയ്യാവൂ. കാരണം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. നമ്മൾ ഇതിൽ റോ ചിക്കനാണ് ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വെന്ത് വരണം. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കബാബ് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് സമയമായി നമ്മളിത് വെച്ചിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കബാബിൻ്റെ പുറംഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല നെറ്റ് പോലെ ആയിട്ടാണ് ഇരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു അരിപ്പയിലൂടെ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ കുറച്ച് മാവ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടും. മുഴുവൻ കബാബ് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ജാലി കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു കബാബാണിത്. പുറം ഭാഗം നല്ല എന്താ പറയുക, ഒരു നെറ്റ് പോലെയായി നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നല്ല രുചിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. നമുക്ക് ചായയുടെ കൂടെ ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രയും രുചിയാണ് ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. പിന്നെ നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഈ ഓൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.